മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം പുറത്തു വന്നിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിരുന്നു. ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിലേക്ക്. പ്രശ്നങ്ങളുണ്ട് എന്ന് അൻവറും പറഞ്ഞിട്ടില്ല, ആ അഭിപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞാനും പറഞ്ഞിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ആ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളിൽ ചില വസ്തുതകളുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരും പാർട്ടിയും അവയെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ ഒരു അന്വേഷണ സംവിധാനം ഉണ്ടാക്കുന്നത്. ആ അന്വേഷണ സംവിധാനം രൂപീകരിച്ച് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അത് സമർപ്പിച്ചാൽ മാത്രമേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഭാഷ്യം അല്ലെങ്കിൽ അന്വേഷണം അറിയുകയുള്ളൂ. ആ കാത്തിരിക്കാം എന്നുള്ള നിലയിൽ ശ്രീ പി വി അൻവറിനോട് ഞാൻ അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അതോടുകൂടി പ്രശ്നങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കടന്നു. മലപ്പുറം ജില്ലയിലെ മുൻ SP സുജിത് ദാസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം വന്ന SP ശശിധരനെ സ്ഥലം മാറ്റി. കേരളത്തിന്റെ ADGPക്കെതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്ന് കണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ അദ്ദേഹത്തിനെതിരായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഇന്നല്ല, കാലങ്ങളായിട്ട് തന്നെ വലിയ തോതിൽ പ്രവർത്തകന്മാർ എല്ലാ ഉദ്യോഗസ്ഥ എന്ന് വിശ്വസിക്കുന്ന പൂർത്തിയാകുമ്പോൾ മാത്രമാണ് 20 വർഷമാകുന്നത്. എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥന്മാരെക്കാളും IPS ഉദ്യോഗസ്ഥന്മാരെക്കാളും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിൽ മുന്നിൽ നിൽക്കുന്നത് പൊതുപ്രവർത്തകരാണ്. നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ നാട്ടുകാർ ആദ്യം ചെല്ലുക അവിടുത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്കാവില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ആ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടോ തങ്ങളുടെ നാട്ടിൽ, പൊതുപ്രവർത്തകരുണ്ടോ തങ്ങളുടെ നാട്ടിൽ എന്നാണ് ജനങ്ങൾ അന്വേഷിക്കുക. ആ നിലക്ക് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക് ഒരു മേൽക്കൈ ഉദ്യോഗസ്ഥന്മാരെക്കാളും ഉണ്ടാവണം. അതാണ് ജനായത്ത സമ്പ്രദായത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. അത് ചില ഘട്ടങ്ങളിൽ ഉണ്ടായില്ല എന്നുള്ള അൻവറിന്റെ പരാതി ശരിയായിരുന്നു എന്ന് എനിക്കും ചില അനുഭവങ്ങളിലൂടെ തോന്നിയിരുന്നു. ഞാൻ ആ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം അത് ഗൗരവത്തോടെ തന്നെ ഉൾക്കൊള്ളുകയും അന്വേഷണത്തിന് ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ചേരിയിൽ കഴിഞ്ഞ 18 വർഷമായി ഞാൻ നിൽക്കുന്നു. 5 വർഷം മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ വലിയ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ എനിക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്
വിശുദ്ധ ഖുർആൻ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട്, ഭക്ഷ്യക്കിറ്റുകൾ റംസാനിനോടനുബന്ധിച്ച് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ ദുരാരോപണങ്ങളാണ് അക്കാലത്ത് ഉയർന്നത്. അവയിലൊന്നും തന്നെ ഒരു തരിമ്പ് പോലും സത്യമുണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും ബോധ്യമായതാണ്. നിരവധി അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു. ആ അന്വേഷണ ഏജൻസികൾക്ക് ഒരു കടുകുമണി തൂക്കം പോലും എനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞില്ല. ബന്ധുനിയമനം എന്ന പേരിൽ മുസ്ലിം ലീഗ് ലോകായുക്ത സിറിയക് ജോസഫിനെ അവരുടെ പല നേതാക്കന്മാരുടെയും മുൻപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാധീനിച്ച് എനിക്കെതിരായി ഒരു വിധി കൊണ്ടുവന്നു. എനിക്കൊരു നോട്ടീസ് അയക്കുകയോ എന്നെ കേൾക്കുകയോ ചെയ്യാതെ, ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ നിയമചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുത്തു, ആരെങ്കിലും കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് അന്വേഷിക്കാൻ ഒരു നോട്ടീസ് അയക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമമാണ്. ആ നടപടിക്രമം പോലും പാലിക്കാതെ, എന്നെ അറിയിക്കാതെ, എനിക്കൊരു വക്കീലിനെ സ്വന്തമായിട്ട് വെക്കാനുള്ള അവസരം പോലും നൽകാതെ, ഏകപക്ഷീയമായി നിയമിച്ചു എന്ന് പറയപ്പെടുന്ന എന്റെ ബന്ധുവിനൊരു നോട്ടീസ് അയക്കാതെ, അയാൾ അതിന് യോഗ്യനാണോ അല്ലയോ എന്ന് പരിഗണിക്കാതെ എനിക്കെതിരായി വിധി പ്രസ്താവിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ആ